ശ്രീകൃഷ്ണന് 16,108 ഭാര്യമാർ ഉണ്ടായതിനു പിന്നിലെ കഥ നരകാസുരവധവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാഗ്ജ്യോതിഷത്തിലെ രാജാവായിരുന്ന നരകാസുരൻ, ഭൗമാസുരൻ, ത്രിലോകങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അഹങ്കാരിയായ ഇദ്ദേഹം ദേവമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങൾ മോഷ്ടിക്കുകയും സ്വർഗത്തിൽ നിന്ന് ദേവന്മാരെ ആട്ടിയോടിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 16,100 രാജകുമാരിമാരെ ബലമായി തട്ടിക്കൊണ്ടുവന്ന് തന്റെ കൊട്ടാരത്തിലെ തടവറയിൽ പാർപ്പിക്കുകയും ചെയ്തു. നരകാസുരന്റെ ക്രൂരതകൾ അതിരുവിട്ടപ്പോൾ ദേവേന്ദ്രൻ ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണനോട് സഹായം അഭ്യർത്ഥിച്ചു. ഇതറിഞ്ഞ കൃഷ്ണൻ തന്റെ പത്നിയായ സത്യഭാമയെയും കൂട്ടി ഗരുഡനിലേറി യുദ്ധത്തിനായി പുറപ്പെട്ടു. പ്രാഗ്ജ്യോതിഷത്തിൽ വെച്ചുണ്ടായ ഘോരമായ യുദ്ധത്തിൽ കൃഷ്ണൻ നരകാസുരന്റെ സേനാനായകനായ മുരനെ വധിച്ചു. തുടർന്ന് നടന്ന പോരാട്ടത്തിൽ സത്യഭാമയുടെ സഹായത്തോടെ ശ്രീകൃഷ്ണൻ നരകാസുരനെയും വധിച്ചു ലോകത്തിന് സമാധാനം നൽകി. അസുരവധത്തിനു ശേഷം കൃഷ്ണൻ തടവറയിലുണ്ടായിരുന്ന 16,100 സ്ത്രീകളെയും മോചിപ്പിച്ചു. എന്നാൽ മോചിതരായ ആ സ്ത്രീകൾ വലിയൊരു ധർമ്മസങ്കടത്തിലായിരുന്നു. ദീർഘകാലം ഒരു അസുരന്റെ തടവിലായിരുന്നതിനാൽ തങ്ങളുടെ കുടുംബമോ സമൂഹമോ ഇനി തങ്ങളെ സ്വീകരിക്കില്ലെന്ന് അവർ ഭയപ്പെട്ടു. അപമാനഭാരത്താൽ ഉഴറിയ അവർ തങ്ങൾക്ക് അഭയം നൽകണമെന്ന് കൃഷ്ണനോട് അപേക്ഷിച്ചു. നിസ്സഹായരായ ആ സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കുന്നതിനും അവർക്ക് സാമൂഹികമായ അംഗീകാരം നൽകുന്നതിനുമായി കൃഷ്ണൻ അവരെ പത്നിമാരായി സ്വീകരിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് അവരെല്ലാവരെയും ദ്വാരകയിലേക്ക് അയക്കുകയും ഒരേ സമയം അത്രയും രൂപങ്ങൾ സ്വീകരിച്ച് 16,100 പേരെയും കൃഷ്ണൻ ഔദ്യോഗികമായി വിവാഹം കഴിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണന് രുക്മിണി, സത്യഭാമ, ജാംബവതി, കാളിന്തി, മിത്രവിന്ദ, നഗ്നജിതി, ഭദ്ര, ലക്ഷ്മണ എന്നിങ്ങനെ 8 പ്രധാന പത്നിമാർ, അഷ്ടഭാര്യമാർ നേരത്തെ ഉണ്ടായിരുന്നു. നരകാസുരന്റെ തടവിലായിരുന്ന 16,100 പേരും അഷ്ടഭാര്യമാരും ചേർന്നാണ് ശ്രീകൃഷ്ണന് 16,108 ഭാര്യമാർ എന്ന സംഖ്യ തികയുന്നത്. We have so many interesting stories and creations coming up. Don't forget to leave a like and make sure you subscribe down below.